Okay, today we have confidence interval for the variance of normal population n of mu sigma. അതായത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ വേരിയൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോൺഫിഡൻസ് ഇൻ്റർവൽ നമ്മൾ കണ്ടുപിടിക്കാൻ പോകണം. ലെറ്റ് എസ് സ്ക്വയർ ബി ദി സാമ്പിൾ വേരിയൻസ് ഓഫ് സൈസ്. സാമ്പിൾ സൈസ് നമ്മൾ സ്മോൾ സാമ്പിൾ സൈസ് എടുത്തു, ദാറ്റ് ഈസ് n ലെസ് ദാൻ 30. ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് നമ്മൾ സാമ്പിൾസ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. സോ ഇവിടുത്തെ സ്റ്റാറ്റിസ്റ്റിക് പറഞ്ഞാൽ കൈസ്കോർ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത സാധനമാണ് കൈസ്കോർ ഡിസ്ട്രിബ്യൂഷൻ. സോ കൈസ്കോർ ഈക്വൽ ടു എൻ എസ് എസ് സ്ക്വയർ ബൈ സിഗ്മ സ്ക്വയർ വിച്ച് ഫോളോസ് കൈസ്കോർ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n-1 degrees of freedom. Now referring the chi-square table we can find yes അത് സാമ്പിൾ വേരിയൻസ് chi-square 1 minus alpha by 2 and this chi-square alpha by 2 such that probability of chi-square 1 minus alpha by 2 less than or equal to chi-square less than or equal to chi-square alpha by 2 equal to 1 minus alpha. അതായത് chi-square of 1 minus alpha by 2 മുതൽ chi-square alpha by 2 വരെയുള്ള പ്രോബിലിറ്റി ആണ് 1 minus alpha ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. സോ chi-square 1 minus alpha by 2 chi-square alpha by 2ൻ്റെ വാല്യൂ നമുക്ക് ടേബിളിൽ നിന്ന് കിട്ടും വിത്ത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം n-1 എടുത്താൽ മതി. ആൻഡ് ദ പ്രോബിലിറ്റി 1 minus alpha by 2 ആൻഡ് alpha by 2 റെസ്പെക്റ്റ് നമുക്ക് ടേബിൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതിൻ്റെ വാല്യൂസ് ഇതിൻ്റെ chi-square ടേബിളിന്. സോ നമുക്ക് ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോൺഫിഡൻസ് ഇൻ്റർവലാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഈ chi-squareന് പകരം നമ്മൾ എന്ത് ചെയ്യുക, എൻ എസ് സ്ക്വയർ ബൈ സിഗ്മ സ്ക്വയർ കണ്ടുപിടിക്കുക. എന്നിട്ട് ഇവിടെ നമുക്ക് വേരിയൻസ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. സോ എസ് സ്ക്വയർ നമ്മുടെ സാമ്പിൾ വേരിയൻസ് ആണ്, സിഗ്മ സ്ക്വയർ ആണ് നമ്മുടെ പോപ്പുലേഷൻ വേരിയൻസ്. ആ സിഗ്മ സ്ക്വയർ അവിടെ നിർത്തിയിട്ട് ബാക്കി നോക്കി ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കും മാറ്റി എടുത്തിട്ട് ഒരു ഇൻ്റർവൽ ആക്കി മാറ്റുകയാണ് നമ്മൾ ചെയ്യുന്നത്. സോ വി ഗെറ്റ് probability of chi-square 1 minus alpha by 2 less than or equal to ns square by sigma square less than or equal to chi-square alpha by 2 equal to 1 minus alpha. നമുക്ക് സിഗ്മ സ്ക്വയർ ആണ് വേണ്ടത്. സോ നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കാം. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഓൾറെഡി നമ്മളത് എന്ത് ചെയ്യും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ഓർ ഈക്വൽ ടു ആയിട്ട് ഇനീക്വാലിറ്റി ചേഞ്ച് ചെയ്യും. സോ 1 by chi-square 1 minus alpha by 2 greater than or equal to sigma square by ns square greater than or equal to 1 minus chi-square alpha by 2ൻ്റെ പ്രോബിലിറ്റി ഈക്വൽ ടു 1 minus alpha. ഇനി നമ്മൾക്ക് എന്ത് ചെയ്യണം, ഈ എൻ എസ് സ്ക്വയറിന് ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കും ഷിഫ്റ്റ് ചെയ്യുക, സിഗ്മ സ്ക്വയർ മാത്രം അവിടെ നിർത്തുക. സോ വി ഗെറ്റ് പ്രോബിലിറ്റി ഓഫ് എൻ എസ് സ്ക്വയർ ബൈ chi-square alpha by 2 less than or equal to sigma square less than or equal to ns square by chi-square 1 minus alpha by 2 equal to 1 minus alpha. ഓക്കെ, ഇതാണ് നമ്മളുടെ എന്താണ് 100 into 1 minus alpha percentage കോൺഫിഡൻസ് ഇൻ്റർവൽ ഫോർ ദി വേരിയൻസ് സിഗ്മ സ്ക്വയർ ദാറ്റ്സ് ഈക്വൽ ടു എൻ എസ് സ്ക്വയർ ബൈ chi-square alpha by 2 എൻ എസ് സ്ക്വയർ ബൈ chi-square 1 minus alpha by 2. ഈ chi-square 1 minus alpha by 2ൻ്റെയും chi-square alpha by 2ൻ്റെയും എന്ത് കിട്ടും നമുക്ക്, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നമുക്ക് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം n-1 ആയിട്ട് നമുക്ക് അവിടെ നിന്നിട്ട് നമ്മുടെ ടേബിൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് കോൺഫിഡൻസ് ഇൻ്റർവൽ ഫോർ ദി പ്രൊപ്പോർഷൻ ഓഫ് സക്സസ് ഓഫ് ബൈനോമിയൽ പോപ്പുലേഷൻ. ബൈനോമിയൽ പോപ്പുലേഷൻ്റെ പ്രൊപ്പോർഷൻ ഓഫ് സക്സസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോൺഫിഡൻസ് ഇൻ്റർവലാണ്. ഇതുവരെ നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി അങ്ങോട്ട് നമുക്കുള്ളത് ബൈനോമിയൽ പോപ്പുലേഷൻ്റെ പ്രൊപ്പോർഷൻ ഓഫ് സക്സസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നെക്സ്റ്റ് എടുക്കുന്നത്. ലെറ്റ് പി ഡാഷ് എന്ന് പറഞ്ഞാൽ എക്സ് ബൈ എൻ ആണ്. ബി ദി പ്രൊപ്പോർഷൻ ഓഫ് സക്സസ് ഓഫ് സാമ്പിൾ സൈസ് എൻ ഡ്രോൺ ഫ്രം എ ബൈനോമിയൽ പോപ്പുലേഷൻ വിത്ത് പാരാമീറ്റർ എൻ ആൻഡ് P where P is the unknown and N is assumed to be known. ഇപ്പോൾ ബൈനോമിയൽ പ്രൊപ്പോർഷൻ നമുക്കറിയാവുന്ന സക്സസും ഫെയിലിയർ ആയിട്ടാണ് നമ്മൾ പ്രോബിലിറ്റീസ് ഉണ്ടായിരിക്കുക. ദെൻ സെഡ് ഈക്വൽ അവിടെ സ്റ്റാറ്റിസ്റ്റിക് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത് പി ഡാഷ് മൈനസ് പി ബൈ റൂട്ട് ഓഫ് പി ക്യു ഡിവൈഡ് ബൈ എൻ ആണ്, വിച്ച് ഫോളോസ് എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എൻ ഓഫ് 0-1 ആണ്. ഫ്രം ദി ടേബിൾ ഓഫ് സെഡ് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് എങ്ങനെ പറ്റും, പ്രോബിലിറ്റി ഓഫ് മോഡ് സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെഡ് ആൽഫ ബൈ 2 നമുക്കിവിടെ പ്രൊപ്പോർഷനാണ് കറസ്പോണ്ടിങ് ആയിട്ടാണ് കണ്ടുപിടിക്കുന്നത്. സോ നമ്മൾ ഈ പി വരുന്ന ഒരു ഇൻ്റർവലാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇത് നമ്മൾ മോഡലസ് മാറ്റിയിട്ട് പ്രോബിലിറ്റി ഓഫ് മൈനസ് സെഡ് ആൽഫ ബൈ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെഡ് ആൽഫ ബൈ 2 ഈക്വൽ ടു 1 മൈനസ് ആൽഫ എന്ന് എഴുതാൻ പറ്റും. എന്നിട്ട് ഈ സെഡിന് പകരം എന്ത് ചെയ്യുക, പി ഡാഷ് മൈനസ് പി ബൈ റൂട്ട് ഓഫ് പി ക്യു ഡിവൈഡ് ബൈ എന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അവിടെ പി നിർത്തിയിട്ട് ബാക്കി നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കും ഷിഫ്റ്റ് ചെയ്യണം നമ്മൾ ചെയ്യുന്നത്. ദാറ്റ് ഈസ് പ്രോബിലിറ്റി ഓഫ് മൈനസ് സെഡ് ആൽഫ ബൈ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ഡാഷ് മൈനസ് പി ബൈ റൂട്ട് ഓഫ് പി ക്യു ഡിവൈഡ് ബൈ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെഡ് ആൽഫ ബൈ 2 ഈക്വൽ ടു 1 മൈനസ് ആൽഫ. നമ്മൾ പ്രീവിയസ് കേസിന് അതേപോലെ നമ്മൾക്ക് അതിനെ സോൾവ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും, പ്രോബിലിറ്റി ഓഫ് പി ഡാഷ് മൈനസ് സെഡ് ആൽഫ ബൈ 2 റൂട്ട് ഓഫ് പി ക്യു ഡിവൈഡ് ബൈ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ഡാഷ് പ്ലസ് സെഡ് ആൽഫ ബൈ 2 റൂട്ട് ഓഫ് പി ക്യു ഡിവൈഡ് ബൈ എൻ ഈക്വൽ ടു 1 മൈനസ് ആൽഫ. ഇതാണ് എന്തതിൻ്റെ 100 into 1 minus alpha percentage confidence interval for the proportion of success P. That is P dash minus Z alpha by 2 root of PQ divided by N, P dash plus Z alpha by 2 root of PQ divided by N. But since P is unknown, we can replace P and Q by their unbiased estimator P dash and Q dash.
അപ്പം പി അൺനോൺ ആയതുകൊണ്ട് ആ പിക്ക് പകരം നമുക്ക് അതിൻ്റെ അൺബാസ്ഡ് എസ്റ്റിമേറ്റ് ആയിട്ടുള്ള പി ഡാഷ് കൊണ്ടും ക്യൂ ഡാഷ് കൊണ്ട് നമ്മൾ പിക്കും ക്യൂക്കും പകരം നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. സോ ഇതിൻ്റെ കറസ്പോണ്ട് 100 × 1 മൈനസ് ആൽഫ പെർസെൻറ്റേജ് കോൺഫിഡൻസ് ഇൻ്റർവൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? പി ഡാഷ് മൈനസ് സെറ്റ് ആൽഫ ബൈ 2 റൂട്ട് ഓഫ് പി ഡാഷ് ക്യൂ ഡാഷ് ബൈ എൻ കോമ പി ഡാഷ് പ്ലസ് സെറ്റ് ആൽഫ ബൈ 2 റൂട്ട് ഓഫ് പി ഡാഷ് ക്യൂ ഡാഷ് ബൈ എൻ. വേറെ സെറ്റ് ആൽഫ ബൈ 2 നമുക്ക് എന്തായിട്ട് ടേബിൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. സോ അതിന് കൊറസ്പോണ്ടിങ് ആയിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് ആണ് നെക്സ്റ്റ് വരുന്നത്. വെൻ ആൽഫ ഈക്വൽ ടു 0.01 സെറ്റ് ആൽഫ ബൈ 2 എന്തായിരിക്കും? 2.58 ആയിരിക്കും. ടേബിൾ നമുക്ക് കിട്ടും. സോ അതിന് 99% കോൺഫിഡൻസ് ഇൻ്റർവൽ എന്നാൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? സെറ്റ് ആൽഫ ബൈ 2ന് പകരം 2.58 കൊടുക്കുക. അതേപോലെ തന്നെയാണ് 98% ആകുമ്പോൾ ആൽഫ 0.02 ആണ്. സെറ്റ് ആൽഫ ബൈ 2 2.326 ആണ്. സെറ്റ് ആൽഫ ബൈ 2ന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതേപോലെ തന്നെയാണ് ആൽഫ 0.05 ആകുമ്പോൾ സെറ്റ് ആൽഫ ബൈ 2 1.96 ആണ്. 95% കോൺഫിഡൻസ് ഇൻ്റർവൽ പറഞ്ഞാൽ 1.96 കൊടുക്കുക. സെറ്റ് ആൽഫ ബൈ 2ന് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോൺഫിഡൻസ് ഇൻ്റർവൽ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഇൻ്റർവൽ എസ്റ്റിമേറ്റ് ഓഫ് ഡിഫറൻസ് ഓഫ് പ്രൊപ്പോർഷൻ ഓഫ് 2 ബൈനോമിയൽ പ്രൊപ്പോർഷൻ. 2 ബൈനോമിയൽ പ്രൊപ്പോർഷൻസിൻ്റെ പോപ്പുലേഷൻ്റെ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രൊപ്പോർഷൻസിൻ്റെ ഡിഫറൻസ്. സോ നമ്മളിവിടെ പി ഡാഷ് മൈനസ് പി വൺ ഡാഷ് മൈനസ് പി ടു ഡാഷ്, പി വൺ ഡാഷ് ആണ് ഫസ്റ്റ് പോപ്പുലേഷൻ്റെ, പി ടു ഡാഷ് ആണ് സെക്കൻഡ് പോപ്പുലേഷൻ്റെ. സോ അതിൻ്റെ ഡിഫറൻസ് വിച്ച് ഫോളോസ് എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പി വൺ മൈനസ് പി ടു കോമ എൻ ഓഫ് റൂട്ട് ഓഫ് പി വൺ Q1 by N1 plus P2 Q2 by N2 ആണ്. N1 N2 ലാർജ് സാമ്പിൾ സൈസ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. സോ അതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യുക എങ്ങനെയാണ്? Z ഈക്വൽ ടു അതിൻ്റെ P1 ഡാഷ് മൈനസ് P2 ഡാഷ് അതിൻ്റെ മീൻ മൈനസ് ചെയ്യുക ഡിവൈഡ് ബൈ അതിൻ്റെ സ്റ്റാൻഡർഡ് ഡിവിഷൻ കൊണ്ട് എന്ത് ചെയ്യുക? എന്തെങ്കിലും Z ഈക്വൽ ടു P1 ഡാഷ് മൈനസ് P2 ഡാഷ് മൈനസ് P2 മൈനസ് P1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് P1 Q1 divided by N1 plus P2 Q2 divided by N2 follows a standard normal distribution ആയിരിക്കും. N of 0.1 ആയിരിക്കും. ദെൻ ഫ്രം ദി നോർമൽ ടേബിൾ നമുക്ക് അതിൻ്റെ കോൺഫിഡൻസ് ഇൻ്റർവൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പ്രോബിലിറ്റി ഓഫ് മോഡ് Z ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1.96 is equal to 0.95 കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിൻ്റെ എന്താണ് കോൺഫിഡൻസ് ഇൻ്റർവെല്ലാണ്. സോ നമ്മളിവിടെ Z ആൽഫ ബൈ 2 നമ്മൾ എന്താണ് 95% കോറസ്പോണ്ടിങ് ആയിട്ടുള്ള കോൺഫിഡൻസ് ഇൻ്റർവലാണ് എടുത്തിട്ടുള്ളത്. സോ അതിൻ്റെ സെറ്റ് ആൽഫ ബൈ 2 1.96 ആയിട്ട് നമ്മുടെ എക്സാമ്പിൾ വെച്ചാണ് ചെയ്തു പോകുന്നത്. സോ ഫ്രം ദി റിസൾട്ട് വി ക്യാൻ റൈറ്റ് 94% കോൺഫിഡൻസ് ഇൻ്റർവൽ ഫോർ P1 മൈനസ് P2 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? P1 ഡാഷ് മൈനസ് P2 ഡാഷ് നേരത്തെ അതേ പ്രൊസീജിയർ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ P1 ഡാഷ് മൈനസ് P2 ഡാഷിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിനെ സോൾവ് ചെയ്തുകൊണ്ട് സെറ്റിന് പകരം എന്ത് ചെയ്യാം? ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, നിങ്ങളൊരു എക്സസൈസ് ആയിട്ട് എടുത്താൽ മതി. സെയിം പ്രൊസീജിയർ തന്നെയാണ്. സോ നമുക്ക് 95% കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് എന്ത് വരും? P1 ഡാഷ് മൈനസ് P2 ഡാഷ് മൈനസ് 1.96 ഇൻറ്റു റൂട്ട് ഓഫ് P1 Q1 ബൈ N1 പ്ലസ് P2 Q2 ബൈ N2 P1 ഡാഷ് മൈനസ് P2 ഡാഷ് പ്ലസ് 1.96 ഇൻറ്റു റൂട്ട് ഓഫ് P1 Q1 ബൈ N1 പ്ലസ് P2 Q2 ഡിവൈഡ് ബൈ N2. സോ 98% 99% കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോൺഫിഡൻസ് ഇൻ്റർവൽ കണ്ടുപിടിക്കുന്നത് എന്ത് ചെയ്താൽ മതി? P1 ഡാഷ് മൈനസ് P2 ഡാഷിൻ്റെ അവിടെ ആ ഇൻ്റർവൽ എന്ത് ചെയ്യുക? 1.96ന് പകരം 2.326 റീപ്ലേസ് ചെയ്താൽ 98% കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടും. 2.58 റീപ്ലേസ് ചെയ്താൽ 99% കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോൺഫിഡൻസ് ഇൻ്റർവൽ നമുക്ക് കിട്ടും. ഓക്കെ, ദ നെക്സ്റ്റ് വരുന്നതാണ് കോൺഫിഡൻസ് ഇൻ്റർവൽ ഫോർ പോപ്പുലേഷൻ കൊറിലേഷൻ കോഎഫിഷ്യന്റ് വെൻ ദി പോപ്പുലേഷൻ ഈസ് നോർമൽ. പോപ്പുലേഷൻ കൊറിലേഷൻ കോഎഫിഷ്യന്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോൺഫിഡൻസ് ഇൻ്റർവൽ ഫോർ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ചെയ്യാൻ പോകുന്നത്. From the theory of sampling distribution, we know that the statistic T equal to R minus rho by root of 1 minus R square by N minus 2 ആണ്, which follows a T distribution with N minus 2 degrees of freedom ആണ്. ഇവിടെ സാമ്പിൾ പോപ്പുലേഷൻ എന്താണ്? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. സാമ്പിൾ സൈസ് N സ്മോൾ ആയിട്ട് എടുത്തുകൊണ്ടാണ് സ്റ്റുഡൻറ്റ് T ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നത്. Now we can find an alpha from the T table such that the probability of mod T less than or equal to T alpha by 2 equal to 1 minus alpha. നമ്മൾ മോഡുലസ് മാറ്റിയിട്ട് probability of minus T alpha by 2 less than or equal to T less than or equal to T alpha by 2 equal to 1 minus alpha. ആ Tക്ക് പകരം എന്ത് ചെയ്യുക? ഈ സ്റ്റാറ്റിസ്റ്റിക് അവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. So we get probability of minus T alpha by 2 less than or equal to R minus rho by root of 1 minus R square by N minus 2 less than or equal to alpha by 2 equal to 1 minus ആൽഫ. അത് നമ്മൾ നേരത്തെ ആയിരിക്കും സിംപ്ലിഫൈ ചെയ്യുക. റോ മാത്രം സെൻട്രൽ ആക്കി തന്നെ സിംപ്ലിഫൈ ചെയ്യുക. സോ ആദ്യം എന്ത് ചെയ്യണം? ഇതിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക, പിന്നെ ആറിന് ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കും ഒക്കെ മാറ്റിയിട്ട് എന്ത് ചെയ്യുക? ഇവിടെ റോ കൊണ്ടുവരിക. സോ വി ഗെറ്റ് probability of R minus T alpha by 2 into root of 1 minus R square by N minus 2 less than or equal to rho less than or equal to R plus T alpha by 2 into root of 1 minus R square by N minus 2 equal to 1 minus alpha. Therefore the 100 into 1 minus alpha percentage confidence interval for rho equal to R minus T alpha by 2 into root of 1 minus R square by N minus 2
ആർ പ്ലസ് ടി ആൽഫ ബൈ ടു ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് ആർ സ്ക്വയർ ബൈ എൻ മൈനസ് ടു. ഇവിടെ ടി ആൽഫ ബൈ ടു നമുക്ക് എന്ത് ചെയ്യും, നമ്മളുടെ ടേബിൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ടു ഫോർ ദി ടി ടേബിൾ വിത്ത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എൻ മൈനസ് ടു ആയിരിക്കണം. പ്രോബിലിറ്റി നമ്മൾ ആൽഫ ആയിട്ട് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കോൺഫിഡൻസ് ഇൻ്റർവൽ എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെ ഇൻ്റർവൽ കണ്ടുപിടിക്കുന്ന കോൺസെപ്റ്റ് ജസ്റ്റ് നോക്കി വെക്കുക. കണ്ടുപിടിക്കുന്ന പ്രൊസീജിയർ എല്ലാത്തിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ളതൊക്കെ സെയിം ആണ്. പക്ഷേ അവിടെ അതിന് കറസ്പോണ്ടിങ് ഉള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ചെറിയ മാറ്റം വരുന്നുണ്ട്. അത് മാത്രം നോക്കി വെക്കുക. ബാക്കിയുള്ളതൊക്കെ എന്താണ്, സെയിം പ്രൊസീജിയറാണ്. പിന്നെ ടേബിളിൽ നമ്മൾ എങ്ങനെ അതിൻ്റെ ഇപ്പോൾ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ നമ്മുടെ സെറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ അതിൻ്റെ വാല്യൂസ്